ഒരു ജാതി ഒരു ജാതകം വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുള്ള എം മോഹൻ സംവിധാനം ചെയ്ത നമ്മുടെ ഒരു ജാതി ഒരു ജാതകം പടം തിയേറ്ററിൽ റിലീസായിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇപ്പോഴാണ് പടം കണ്ടു, പക്ഷെ വീഡിയോ എടുക്കേണ്ട ഒരു സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ പടം കണ്ടതിൽ എന്റെ അഭിപ്രായം ഞാൻ പറയാം. പടം 30+ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ 13+ കഴിഞ്ഞ് 14+ ഒക്കെ ആയിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ കണക്ട് ആവുന്ന തരത്തിലുള്ള ഒരു പടമാണ്. കാരണം പെണ്ണ് കിട്ടാത്തതിന്റെ പ്രശ്നം അതാണ് ഈ പടം പറഞ്ഞു പോകുന്ന ഒരു കാര്യം. കാരണം പെണ്ണ് കിട്ടാത്ത പറയുമ്പോൾ അത് രണ്ട് ഇതുണ്ട്. ഒന്ന്, ആണിന്റെ സങ്കല്പത്തിനൊത്ത് വളരാത്തൊരു പെണ്ണും, അല്ലെങ്കിൽ പെണ്ണിന്റെ സങ്കല്പത്തിനൊത്ത് വളരാത്തൊരാണും. അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു കല്യാണാലോചനയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ് ഈ പറഞ്ഞ ഒരു ജാതി ഒരു ജാതകം എന്ന് പറഞ്ഞ ഒരു പടം. വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ, ബാബു ആന്റണി, കായാട് ലോഹർ, ഇഷ തൽവാർ, പൂജ മോഹൻരാജ്, മൃദുൽ നായർ. ഈ മൃദുൽ നായർ പെട്ടെന്ന് പറഞ്ഞ മനസ്സിലാവില്ലായിരിക്കും. ചിലപ്പോ നിങ്ങൾക്ക് സിനിമന്റെ പുള്ളി സംവിധാനം ചെയ്ത സിനിമകളുടെ പേര് പറഞ്ഞാൽ അറിയായിരിക്കും. ബീക്ക് ടാക്ക്, പിന്നെ കാസർഗോൾഡ്, പിന്നെ കിളിബോയ് പുള്ളിയാണോ ഇല്ല, അങ്ങനെ പടങ്ങളെല്ലാം സംവിധാനം ചെയ്തതെല്ലാം മൃദുൽ നായരാണ്. ഇതിൽ പുള്ളി ചെയ്തിരിക്കുന്ന വേഷം വിനീത് ശ്രീനിവാസന്റെ വേഷമാണ്. വിനീത് ശ്രീനിവാസന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു വേഷമാണ്. പുള്ളി ഒരു പോലീസുകാരനാണ്, ഒരു മെച്ചൂരിലാണ്. പക്ഷെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ തగ్గടിച്ചിട്ട് പോണ പരിപാടിയാണ് ഇതില്. പടം തുടങ്ങിയപ്പോ തൊട്ട് അവസാനം വരെയും ചിരിച്ചു വയറുവേദനിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഈ ഒരു പടത്തിന്റെ പോക്ക് ഒഴുക്ക്. ഒരു 35 വയസ്സായ ഒരാൾക്ക് പെണ്ണ് കിട്ടാതെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും, പിന്നെ ആ കുടുംബത്തില് ചുറ്റിപ്പറ്റി നടക്കുന്നതും, പിന്നെ അവനെതിരെ വരുന്ന ഓരോരോ ഗോസിപ്പുകളും കാര്യങ്ങളും എല്ലാമാണ് ഈ പടം പറഞ്ഞു പോകുന്നത്. ഈ 35 വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തത്, കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ജാതകം നോക്കി, ഇതേപോലെയുള്ള പല്ല് കറക്റ്റാണോ, മുടി കറക്റ്റാണോ, ചെവി കറക്റ്റാണോ, ജോലി കറക്റ്റ്, ഇതെല്ലാം നോക്കി നടക്കുന്ന ഒരാണിന് ചിലപ്പോൾ ഈ പറഞ്ഞ മനസ്സിലുള്ള പെണ്ണിനെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ പെണ്ണിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവസാനം ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമ്പോ സമയത്ത് പെണ്ണുങ്ങൾ ഇതേപോലെയുള്ള ഡിമാൻഡ് വയ്ക്കും. എന്താ പറയാ, ഇപ്പൊ നടക്കുന്ന കാര്യം ആസ് യൂഷ്വൽ അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതിന്റെ ഇടയിൽ കിടന്ന് ഈ നെട്ടോട്ടം ഓടുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞാൽ അത് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും കാലം ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വേറെ ലെവല് സാധനമാണ് ചെയ്തിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പണായിട്ട് അവർ പറഞ്ഞു തരികയാണ്, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളതല്ല. അതിലൊരു തന്നെയാണ്, കല്യാണം കഴിഞ്ഞ പെങ്ങന്മാരിനെ ഒരിക്കലും വീട്ടിലിരുത്താൻ പറ്റില്ല, ആങ്ങളമാരുടെ കല്യാണം മുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകേണ്ടത്. നിങ്ങൾക്ക് ധൈര്യത്തില് പൈസ കൊടുത്ത് കയറിയിട്ട് 100-110% മനസ്സ് നിറഞ്ഞ് ചിരിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു ജാതി ഒരു ജാതകം. ഈ പടം അതാണ്, ഒരു ലാഗോ ഒരു തരത്തിലുള്ള ഒരു വെറുപ്പിക്കലോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല ഈ ഒരു പടത്തിൽ. ക്ലീശപ്പെട്ടു. കാരണം ഈ ഒരു കഥ മര്യാദയ്ക്ക് പറയേണ്ട രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ഫ്ലോപ്പാണ്. പക്ഷെ നമ്മുടെ ഈ സിനിമ പോലെ, നമ്മുടെ ഈ കെട്ടിയോളാനെന്റെ മാലാക എന്ന് പറഞ്ഞ പോലെ ആ ഒരു ടോപ്പ് കണ്ടന്റ് ഉണ്ടല്ലോ, പറയേണ്ട രീതിയിലല്ലാതെ വേറെ രീതിയിൽ പറഞ്ഞാൽ പടം ഫ്ലോപ്പാണ്. പക്ഷേ അതിൻ്റെതായ മയത്തിൽ അത് പറഞ്ഞതുകൊണ്ട് ആ പടം നല്ല രീതിയിൽ വിജയിച്ചു. അതേപോലെ തന്നെയാണ് ഇതും. മ്യൂസിക് അത് അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന നിഖില വിമലിന്റെ ക്യാരക്ടർ കോമഡി സൂപ്പറാണ്. ഓരോരോ ക്യാരക്ടറും അവർ അറിഞ്ഞ് പണി വെച്ചിട്ടുണ്ട് ഇതില്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം ഇത് തിയേറ്ററുകളിൽ ഭയങ്കര രീതിയിൽ ഓളം ഉണ്ടാക്കുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ഇതെല്ലാം ഇങ്ങനെയുള്ള പടങ്ങളാണ് നമുക്ക് ശരിക്കും തിയേറ്ററിലൊക്കെ കളിക്കുന്നത്. കാരണം എല്ലാം കൊണ്ടും ഒരു പാക്കേജ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുടുംബങ്ങൾക്ക് കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ചിരിച്ച് ഭയങ്കര മനസ്സൊക്കെ തുറന്ന് ചിരിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന പടം തന്നെയാണ്. എക്സ്പെഷ്യലി 13+ യുവാക്കൾക്ക്. 2Kക്ക് എത്രത്തോളം ഇതാണെന്നറിയില്ല, പക്ഷെ 30+ന് ഇത് നല്ല രീതിയിൽ കണക്ട് ആകുന്ന തരത്തിലുള്ളൊരു മേക്കിംഗ് തന്നെയാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു ഇതിന്റെ കണ്ടന്റ് അങ്ങനെയാണ്, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ കുറച്ചും കൂടി കൂടുതൽ കണക്ട് ആവുന്നത് 30+ ആൾക്കാർക്ക് മാത്രമാണ്. കുറച്ചും കൂടുതലും കൂടി കാണാം. കാരണം അവരിപ്പോ പോകുന്ന സിറ്റുവേഷൻ, അതിൽ പടം കാണാൻ പോണതില് കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആള്. അതുകൊണ്ട് തന്നെ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. കാരണം നമുക്ക് എല്ലാ ഫാമിലിയായിട്ട് ഒരു എൻജോയ് ചെയ്തൊന്ന് ചിരിച്ച് ഒരു ആർമാദിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പടം തന്നെയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ദയവായി തിയേറ്ററിൽ തന്നെ പോയി കാണണം.